ഹായ് ഓൾ വെൽക്കം ബാക്ക്. ജയയ്ക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്ത മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. നമ്മൾ ട്രെയിലറിലേക്ക് കണ്ടുപോലെ തന്നെ ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് സുകുമാരനും ബീസൽ ജോസഫുമാണ്. അതുപോലെ തന്നെ ഫീമെയിൽ ലീഡ്സ് ആയിട്ട് ഇതിലെ നിഖില വിമലനും അനശ്വര രാജനും വരുന്നുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കോർ തീം എന്താണെന്ന് മനസ്സിലാവും. ഒരു കല്യാണമാണ് ഈ സിനിമയുടെ സെൻട്രൽ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിലൊരു ഗ്രൂപ്പ് ആൾക്കാർ ഒരു കല്യാണം നടത്താൻ ശ്രമിക്കുന്നു, വേറെ ഗ്രൂപ്പ് ആൾക്കാർ ഇത് മുടക്കാൻ ശ്രമിക്കുന്നു. സോ അവർ ഇടയ്ക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സും രസകരമായ സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചു പോയിട്ടുള്ളത്. കോണ്ടന്റിൽ ഒരു പുതുമയും അവകാശപ്പെടാനായിട്ട് ഈ സിനിമയിൽ കാര്യമായിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ ഈ ഒരു സെയിം തീമുമായിട്ട് ബേസ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. മഴ പെയ്യുന്നു, മദ്ദളം കുട്ടുന്നു തുടങ്ങിയിട്ട് ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഈ ഒരു കല്യാണം നടക്കുന്നതും മുടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഈ ഒരു കോമഡി ജോൺറിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു കാലത്ത് മോഹൻലാലിനെയും ശങ്കറിനെയൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയിട്ട് പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പല മൂവീസ് ഈ ഒരു സെയിം തീമിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതിനുശേഷം വളരെയധികം ഹിറ്റായിട്ടുള്ള സിദ്ദിഖ് ലാലിൻ്റെ ഗോഡ് ഫാദർ, ബേസിലിൻ്റെ തന്നെ കുഞ്ഞുരാമായണം ഒക്കെ ഈ ഒരു സെയിം ടൈപ്പ് ഓഫ് ഒരു തീം അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ആ ഒരു സെയിം തീം അല്ലെങ്കിൽ ആ ഒരു സെയിം ടോപ്പിക്ക് തന്നെയാണ് ഡിസ്കസ് ചെയ്ത് പോയിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള ട്വിസ്റ്റോ ടേൺസോ സസ്പെൻസോ ഒന്നുമില്ല. വളരെ പ്ലെയിൻ ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റോറി ആക്ച്വലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ കോമഡി ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ്. ഈ അടുത്ത കാലത്ത് റിലീസായിട്ടുള്ള സിനിമകളിലെ കോമഡിയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ കോമഡിയുടെ ഒരു രീതി ടോട്ടലി മാറിയിട്ടുണ്ട്. ഒരു ട്രോൾ രീതിയിൽ അല്ലെങ്കിൽ മുമ്പ് ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെയൊക്കെ സ്പൂഫ്സോ ഡയലോഗ്സോ അതൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷണൽ കോമഡീസൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അധികവും കോമഡീസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വർക്ക് ആവുന്നതുകൊണ്ട് സോ ആ ഒരു സെയിം ലൈൻ ഓഫ് കോമഡിയാണ് ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മുന്നത്തെ ഒരുപാട് സിനിമകളുടെ സീനുകളുടെ റെഫറൻസുകൾ അല്ലെങ്കിൽ ഡയലോഗുകളുടെ റെഫറൻസുകൾ ഈ സിനിമയിലുണ്ട്. അതൊക്കെ തന്നെ ഒരു ട്രോൾ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സ്പൂഫിൻ്റെ രൂപത്തിൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുമുണ്ട്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമ്മൾ സിദ്ദിഖ് ലാലിൻ്റെ ഗോഡ് ഫാദറിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ ഓൾമോസ്റ്റ് ഒരു റീക്രിയേഷൻ അല്ലെങ്കിൽ ഒരു സ്പൂഫായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈവൻ പല ക്യാരക്ടേഴ്സും ആ പഴയ സിനിമകളിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിലൊരു ക്യാരക്ടറുണ്ട്, മായൻകുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. സോ അത് ഗോഡ് ഫാദർ സിനിമയിലെ ജഗദീഷിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണോ അതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഹൈപ്പർ ക്യാരക്ടറായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈവൻ ദൃശ്യം സിനിമയിൽ തന്നെ ലാലേട്ടൻ പറയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡയലോഗിൻ്റെ ഒരു രസകരമായ സ്പൂഫൊക്കെ ഇതിലുണ്ട്. അതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള പല സിനിമകളുടെയും സീൻസിൻ്റെയും ഡയലോഗ്സിൻ്റെയും ഒരു സ്പൂഫ് വേർഷൻ നല്ല രീതിയിൽ തന്നെ കോമഡി ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിലെ പെർഫോമൻസസിലേക്ക് വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ അല്ലാതെ ഒരു ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് അങ്ങനെ എക്സെപ്ഷണൽ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ബേസിലിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ബേസിലിൻ്റെ റീസെൻ്റ് ആയിട്ട് റിലീസാവുന്ന സിനിമകളുടെയൊക്കെ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ബേസിലിൻ്റെ പെർഫോമൻസ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ജയ ഹേ അല്ലെങ്കിൽ ജാനേമൻ അതുപോലുള്ള സിനിമകളിലേക്ക് ആ ബേസിൻ്റെ ആ ഒരു സെയിം ക്യാരക്ടറിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെ തന്നെ നമുക്കിതിൽ തോന്നും. ബട്ട് നമുക്കതൊരു കുറവായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. കാരണം ആ ഒരു ക്യാരക്ടറൈസേഷൻ, ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. പൃഥ്വിരാജ് വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഈ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഏറ്റവും അടുത്ത് ഓർക്കാൻ പറ്റുന്ന ആടുജീവിതമാണ്. സോ ആടുജീവിതത്തിന് ശേഷം ഇത്രത്തോളം ഡിഫറൻ്റ് ആയിട്ട് കോമഡിക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റോളിൽ പൃഥ്വിരാജിനെ കാണുമ്പോഴത്തേക്ക് അതൊരു വളരെ റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ ഒരു ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് പൃഥ്വിരാജാണെന്ന് പറയാം. പൃഥ്വിരാജിൻ്റെ ആനന്ദൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻട്രോയ്ക്ക് ശേഷമാണ് ഈ സിനിമയിൽ ആ ഒരു കോമഡിയുടെ ഫുൾ ഓൺ പൊട്ടൻഷ്യൽ സ്റ്റാർട്ടാവുന്നത്. ബേസിലിൻ്റെ വിനു എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാട്ടിയും കുറച്ചുകൂടെ ഞാൻ എൻജോയ് ചെയ്തത് പൃഥ്വിരാജിൻ്റെ ആ ഒരു ക്യാരക്ടറാണ്. അനശ്വര രാജനും അങ്ങനെ കാര്യമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല. ഒരു കല്യാണ പെണ്ണിൻ്റെ റോളാണ്. സോ ആ ഒരു റോള് വൃത്തിയായിട്ട് തന്നെ അനശ്വര ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടറിന് ഒരുപാട് ഡെപ്തുള്ള ക്യാരക്ടറൊന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് നല്ല രീതിയിൽ തന്നെ അനശ്വര ചെയ്തിട്ടുണ്ട്. നിഖില വിമലിൻ്റെ ക്യാരക്ടറും സെയിം തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് നിഖില വിമലിന് ഈ സിനിമയിലുള്ളത്. കാരണം നിഖില വിമലിൻ്റെ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത്. ബട്ട് ഈ സിനിമയിൽ ഒരു സെൻട്രൽ പോയിന്റ് ആണെങ്കിൽ കൂടിയേ നിഖില വിമലിൻ്റെ ക്യാരക്ടറിന് ഈ സിനിമയിൽ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. പിന്നെ എനിക്ക് നിഖില വിമലിനെ കുറിച്ച് തോന്നിയിട്ടുള്ള നിഖില വിമലിൻ്റെ ഒരു ഹാബിച്വൽ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനുണ്ട്. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംശയമുള്ള പോലത്തെ ഒരു ഫേസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ നിഖില വിമലിനുണ്ട്. നിഖില വിമലിൻ്റെ സിനിമകളിലാണെങ്കിലും സീരീസിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് വരുന്നുണ്ട്. സോ അത് കാരണം ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറില്ല. ഒരു വളരെ സിമിലർ ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ, അതൊരു ഹാബിച്വൽ എക്സ്പ്രഷൻ പോലെയാണ്. ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നിഖില വിമൽ എന്തുകൊണ്ടോ വിട്ടുമാറുന്നില്ല. സോ അത് കാരണം ഒരു കുറച്ച് റെപ്പറ്റേറ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇവരെ കൂടാതെ ഈ സിനിമയിലെ ജഗദീഷ്, ബൈജു,
പഴയ നടിയായിട്ടുള്ള രേഖ, സിജു സണ്ണി ഇവരൊക്കെ വരുന്നുണ്ട്. യോഗി ബാബു ഇതിലൊരു ക്യാമിയോയിൽ വരുന്നുണ്ട്. സോ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ആ ഒരു കോമഡി, ഈ സിനിമയുടെ ആ ഒരു കോമഡി ബിൽഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വളരെ ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്, വളരെ എൻഗേജിങ് ആണ്, എൻ്റർടൈനിങ് ആണ്, ഫണ്ണാണ്. സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോഡ് ഫാദർ സിനിമയുടെ ഒരു സ്പൂഫായിട്ടാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് ടോട്ടലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അവിടെ മാത്രം കുറച്ച് നമുക്ക് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസും സീൻസൊക്കെ വരുന്ന കാരണം ഓഫ് കോഴ്സ് കോമഡിയും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഉണ്ടെങ്കിലും ചില ഇടങ്ങളിൽ നമുക്ക് ആ ഒരു സിനിമയുടെ ഒരു ഗ്രിപ്പ് അത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യില്ല. ക്ലൈമാക്സ് ഒന്നും അത്ര എക്സെപ്ഷണൽ ആണെന്നൊന്നും പറയാനില്ല, കാരണം അവിടെയും ഈ പറഞ്ഞ പോലെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. എന്നാലും അത്യാവശ്യം എൻഗേജിങ് ആയിട്ടും ഫണ്ണായിട്ടും കീപ്പ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്കിത് മേനോനാണ് ഈ സിനിമയുടെ സ്കോറും മ്യൂസിക്കൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്കോറിംഗ് ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പാട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന 1-2 പാട്ടുകൾ, വളരെ ഫണ്ണി ആയിട്ടുള്ള പാട്ടുകൾ എപ്പോഴും ബേസിൽ ജോസഫ് ഉള്ള സിനിമകളിൽ നമ്മൾ കാണാറുണ്ട്. ബട്ട് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ 1-2 പാട്ടുകൾ വരുന്നുണ്ട്. ബട്ട് ആ പാട്ടുകളൊക്കെ ആ ഒരു സിറ്റുവേഷന് റെലവൻ്റ് ആയിരുന്നോ എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് തോന്നും. കാരണം അത് ആ പാട്ടുകൾ കുറച്ച് മുടച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ. എസ്പെഷ്യലി ഇതിൽ ഒരു കല്യാണത്തിൻ്റെ തലേന്നുള്ളൊരു പാട്ടുണ്ട്. അതുവരെ നമ്മൾ ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ ചിരിച്ച് എൻ്റർടൈൻഡ് ആയിരിക്കുന്ന ആൾക്കാർ ആ ഒരു പാട്ട് വരുമ്പോൾ കുറച്ച് സൈലൻ്റായി പോകുന്നുണ്ട് ഓഡിയൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ സിനിമയും കുറച്ചൊന്ന് ഒരു ലോ പേസിലാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. ദീപു പ്രദീപാണ് ഈ സിനിമയുടെ റൈറ്റർ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പത്മിനി എന്ന് പറയുന്ന മൂവിയുടെ റൈറ്ററായിരുന്നു ദീപു പ്രദീപ്. അതേപോലെ തന്നെ പേരുള്ളൂർ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ആ ഒരു സീരീസിൻ്റെ റൈറ്ററുമാണ് ദീപു പ്രദീപ്. സോ ഓവറോൾ പറഞ്ഞാൽ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫണ്ണായിട്ടുള്ളൊരു മൂവി തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ബട്ട് പ്ലോട്ട് വൈസ് അങ്ങനെ എക്സെപ്ഷണലായിട്ട് ഒന്നും പറയാനില്ല. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ്. എന്നാൽ പോലും ഫാമിലിക്കും എല്ലാ പ്രായക്കാർക്കും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയിട്ട് ഒരു 2.25 മണിക്കൂർ തറലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. സോ നിങ്ങൾ ഈ മൂവി ഓൾറെഡി കണ്ടതാണെങ്കിൽ എന്താണ് ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കോമെൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദി ചാനൽ.